വേം വാ. മാമനും മോളും കൂടി എങ്ങട്ടാ? വിക്ടറിയോ? എന്തെത്താ? ട്യൂഷന് പോണൊക്കെ നല്ലാണ്. വീട്ടിൽ നിന്ന് നല്ലോണം പഠിക്കണം. ഇല്ലെങ്കിലേ മാമന്റെ മാതിരി തലയും വാലില്ലാതെ ഇപ്പോ. മാഷ് ഇപ്പൊ ബസ് സ്റ്റോപ്പിക്ക് ആവൂല്ലേ? പിന്നെ എങ്ങട്ടാ? ഇനി കുറച്ചു കാലം ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുമല്ലോ. എന്താ അമ്മാരി വർത്താനോ? അല്ല, നിങ്ങളെ എർത്ത് കോയാക്കേ തലയും പൊട്ടി കിടപ്പിലാണല്ലോ. അയ്യോ, നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? നിങ്ങൾ രണ്ടാളൂടെ അല്ലേ എല്ലാ പിത്തിനും ഒപ്പിക്കല്. എന്നിട്ട് ഇത് മാത്രം അറിഞ്ഞില്ല. നിങ്ങൾ എന്ത് കമ്പനിക്കാരാണെന്ന്. വെറുതെ എല്ലാം ഫോണ് വിളിച്ചിട്ട് എടുക്കാത്ത. ഇന്നലെ നടക്കാനും വന്നില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഈ പോരിണ്ടോ? എനിക്ക് വേറെ പണിയൊന്നുമില്ലപ്പാ. എന്നെ കൂട്ടാതെ എന്ത് പിത്തനെയപ്പം ഒപ്പിച്ച് വെച്ച്. അയ്യോ, ഞാൻ പോയോക്ക. മക്കളെ, ക്രിക്കറ്റാ കളിക്കണേ. ഫുട്ബോളൊക്കെ കളിച്ചോളി. മെസ്സിയൊക്കെ വരുന്നുണ്ട്, അറിഞ്ഞില്ലേ? ഇന്നത്താ മക്കളെ എന്നെ കൊല്ലാൻ നോക്ക എല്ലാരും കൂടി. അല്ല തോയേ, എന്താടാ പറ്റിയേ? ഒന്നും പറയണ്ടെന്നേ. പറയും കിട്ട്. ഷെഫിന്റെ മുകളിൽ തട്ടിമറിഞ്ഞ് വീണതാ. അയ്യ, വേറെ ആരോടെങ്കിലും പറഞ്ഞ അന്നെ ഞാൻ എത്ര കാലായിട്ട് കാണുന്നുണ്ട്. നബീസന്റെ അവിടെ? നബീസ സുഹറാന്റെ അടക്ക് പോയതാ. വൈകുന്നേരം വരും. വേം പറഞ്ഞോട്. മാഷേ, നിങ്ങൾ ആരെങ്കിലും പറയണ്ട. ഒരു ചെറിയൊരു അബദ്ധം പറ്റി ഇന്നലെ. നിങ്ങൾക്കറിയില്ല, ഞാൻ ഇന്നും രാവിലെ 5:30 മണിക്ക് നടക്കാൻ ഇറങ്ങുന്നു. ഇന്നലെ ഞാൻ 4 മണിക്ക് എണീറ്റ്. 4 മണിക്ക് എണീറ്റ്. അപ്പൊ ഒന്നും പറയണ്ട, ഉറക്കിയിട്ടായിട്ട് ഫോണിൽ കളിച്ച് ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയപ്പോ ഇവിടെ സുലോചനല്ലേ, ഓളുണ്ട് പച്ച ലൈറ്റൊക്കെ കത്തിച്ച് ഇങ്ങനെ നിക്കണേ. അപ്പൊ ഞാൻ പതുക്കെ ഒരു സുപ്രഭാതം ഇട്ട് ഇട്ട് കൊടുത്ത് ഓള് തിരിച്ചൊരു ഗുഡ് മോർണിംഗ്. പിന്നെ ഞാൻ മറ്റേ ചോഫ് അതന്നെ അത് ഇട്ട്. പിന്നെ ചാറ്റിങ് ആയി, അതടച്ചിലായി, ഒന്നും പറയണ്ട. അപ്പൊ ഓള് എന്നോട് ഇങ്ങോട്ട് മെസ്സേജ് വിട്ട്, എന്തേ ഇത്ര നേരത്തെ എണീറ്റ്? അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ട, എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഓള് പറഞ്ഞു ഇങ്ങോട്ട് പോരുന്നോന്ന്. എന്നിട്ട് ഞാൻ പോയി. ഗേറ്റിന്